Welcome students to my new class on HRM. Okay. In the previous classes we have gone through HR policies and HR planning and we have studied the important terms relating to HR policies and we have studied what are the features of HR planning and what are the steps to be taken for HR planning. Okay, and now in this class onwards we are going to the next important session, that is the concepts of HRM. The concepts of HRM, or otherwise we can say that these are the important activities to be done by an HR manager. So here there are 7 important concepts of HR manager, and they are the first one is job analysis, second one is job description, third one is job design, fourth one job redesign, fifth one job simplification, sixth one is job specification, and last one is job satisfaction. Okay, job satisfaction, last നമ്മൾ പറഞ്ഞത് job satisfaction നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ, പക്ഷേ ബാക്കിയുള്ള ടേംസ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് അതെന്താണ് എന്നുള്ളത് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ക്ലാസ് മുതൽ പഠിക്കാൻ പോകുന്നത്. Here the first one is job analysis. Job analysis, and what do you mean by job analysis? From the name itself we can see that this job analysis is a process or it's an activity done by the human resource manager to analyze about the job. അല്ലേ, ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ജോബ് അനാലിസിസിനുള്ളത്. നമുക്കറിയാം, ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടാസ്കുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റീസ് ലൈക്ക് ഒരുപാട് സ്പെസിഫിക്കേഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറുകളിലൊക്കെ പരസ്യങ്ങൾ കാണുന്ന സമയത്ത്, ഓരോ ജോബ് വേക്കൻസീസിന് പരസ്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്ന ക്വാളിറ്റിയുള്ള, ഇന്ന ക്വാളിഫിക്കേഷനുള്ള, ഇന്ന അക്കാദമിക് ക്വാളിഫിക്കേഷനുള്ള, ഇന്ന പേഴ്സണൽ ക്വാളിഫിക്കേഷനുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് അവിടെ കണ്ടിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതാണ് അല്ലേ, നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ ഇന്ന സ്പെസിഫിക്കേഷനാണെന്ന് വെറുതെ നമുക്ക് അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കില്ല അല്ലേ. അതായത് ഡിഗ്രി പാസ്സാവണം, അല്ലെങ്കിൽ PG പാസ്സാവണം, MBA പാസ്സാവണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഒരു ജോബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ജോബ് അനാലിസിസ് എന്നുള്ള പ്രോസസ്സിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എത്ര അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി വേണം അല്ലേ, അത് പെർഫോം ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ട അതോറിറ്റി എന്താണ്, ഏത് പൊസിഷനിലായിരിക്കണം അയാൾ ഉണ്ടായിരിക്കേണ്ടത്, റെസ്പോൺസിബിലിറ്റി എന്തായിരിക്കണം അല്ലേ, അതുപോലെ ജോബ് ചെയ്യുന്ന വ്യക്തിക്ക് എത്ര കോമ്പൻസേഷൻ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെ ഇമോളിമെൻറ്റ്സ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്, ആ എൻവയോൺമെൻറ്റ് എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം വിശദമായി പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ജോബ് അനാലിസിസ്. ഓക്കെ, സോ ജോബിനെ കുറിച്ച്, ചെയ്യേണ്ട ജോബിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ജോബ് പൊസിഷനുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് നമുക്ക് ഇന്നറിയാം. നമുക്ക് ഇപ്പോൾ അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ സീനിയർ ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസീസ് ഒക്കെ നമുക്കറിയാം. ഇതൊന്ന് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഈ വേക്കൻസീസും ഈ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ്. ഇതൊക്കെ പണ്ട് കാലം മുതലേ ഇതുപോലെയൊക്കെ സ്റ്റഡീസൊക്കെ നടത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരുപാട് ടൈറ്റിലുകളും വേക്കൻസീസും ജോബ് പൊസിഷൻസും ആണ് ഇതൊക്കെ. ഇനിയും പുതിയ പുതിയ ടേംസുകളും പുതിയ പുതിയ വേക്കൻസികളും പുതിയ പുതിയ ജോബ് പൊസിഷനുകളും എന്ത് ചെയ്യാൻ പോകുന്നു, ഉണ്ടാകാൻ പോകുന്നു. അതൊക്കെ പതുക്കെ എൻവയോൺമെൻറ്റിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അതും എന്ത് ചെയ്ത് വരും, മേർജ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ജോബ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ജോബിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷനും നമ്മൾ
കൈവിട്ട് കളയാതെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്, ജോബ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ജോബ് അനാലിസിസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഹിയർ ദർ ഇസ് എ ഡെഫിനിഷൻ. ഒരു ഡെഫിനിഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 ഡെഫിനിഷൻസ് ഉണ്ട്. ഐ തിങ്ക് ദ തേർഡ് വൺ ഈസ് ബെറ്റർ, വിച്ച് ഇസ് ഗിവൺ ബൈ ഡെയിൽ യോർഡർ. ഡെയിൽ യോർഡർ തന്നിരിക്കുന്ന ഡെഫിനിഷനാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം, job analysis is the procedure. It's a procedure by which the facts with respect to each job are systematically discovered and noted. ഒരു ജോബിന് ജോബിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫാക്ട്സുകളെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുകയും അത് നോട്ട് ചെയ്ത് വെക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ജോബ് അനാലിസിസ്. ദാറ്റ്സ് എ ഡെഫിനിഷൻ ഗിവൺ ബൈ ആ ഒരു ഒറ്റ സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാം. ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്, അതാണ് എന്ത്, ജോബ് അനാലിസിസ്. ഓക്കെ, ആൻഡ് ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ജോബ് അനാലിസിസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്നത്? എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയാലാണ് നമുക്ക് ജോബിനെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ജോബ് ഐഡൻറ്റിഫിക്കേഷൻ. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം നമ്മൾ, ഇന്ന ജോബ് ഉണ്ട്, ഇന്നതാണ് ജോബ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. സെക്കൻഡ് വൺ ഈസ് ജോബ് ടൈറ്റിൽ ഓർ നെയിം ഓഫ് ദ ജോബ്. ജോബിൻ്റെ ടൈറ്റിൽ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ജോബിൻ്റെ ടൈറ്റിൽ എന്തായിരിക്കും? നമ്മൾ സിമിലർ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതാണ് നമ്മുടെ ടൈറ്റിൽ, ജോബിന് കൊടുക്കേണ്ട ടൈറ്റിൽ. ഇപ്പോൾ പേഴ്സണൽ മാനേജർ, HR മാനേജർ എന്നൊക്കെയുള്ള പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നമ്മൾ പണ്ടത്തെ പേരായിരുന്നു പേഴ്സണൽ മാനേജർ. അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇന്നത്തെ HR മാനേജറിലേക്ക് അത് മാറി. എപ്പോഴാണ് ആ മാറ്റം ഉണ്ടായത്? പേഴ്സണൽ എന്നുള്ള വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വന്നപ്പോഴാണ്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് അതിൽ ആ മാനേജറുടെ പേരിനും എന്ത് വന്നത്, മാറ്റം വന്നത്. അപ്പോൾ ഒരു പേര് നമ്മൾ ഇടുന്നത് എങ്ങനെയാണ്, എന്താണ് ആ പേരിൻ്റെ പ്രത്യേകത? അപ്പോൾ ജോബിൻ്റെ ടൈറ്റിൽ, ആ ടൈറ്റിൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻസ് ഇൻവോൾവ്. ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് അവിടെ ഇൻവോൾവ് ആണ്? ഒരു ജോബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ വർക്കർ പെർഫോം ചെയ്യേണ്ടതുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് മെഷീനറി, എക്യുപ്മെൻറ്റ്സ് ആൻഡ് ടൂൾസ്. ഒരു ജോബ് നമ്മൾ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഏത് മെഷീനറിയിലാണ്, ഏത് എക്യുപ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏത് ടെക്നോളജിയാണ്, അതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. ഏത് ടെക്നോളജിയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നത്? കമ്പ്യൂട്ടർ ചെയ്യേണ്ടി വരുന്നുണ്ടോ? സോ കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത ഒരാളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ല. ഒരു പ്രത്യേക മെഷീനറി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷീനറി കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള ആളെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അപ്പോയിൻറ്റ്. അപ്പോൾ പെർട്ടിക്കുലർ ടൈപ്സ് ഓഫ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ ദാറ്റ് ജോബ്. സോ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ, മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ ദി ജോബ്. ജോബ് പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് റോ മെറ്റീരിയൽസ് ആയിരിക്കാം, അതർ മെറ്റീരിയൽസ് ആയിരിക്കും. ഇപ്പോൾ ഓഫീസിലുള്ളൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഓഫീസിന് വേണ്ട മെറ്റീരിയൽസ് ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ലൈക്ക്വൈസ് റിലേഷൻ ഓഫ് ജോബ് വിത്ത് അതർ ജോബ്സ്. ജോബും വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അത് എത്രത്തോളം ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, എത്രത്തോളം ഇൻ്റർ റിലേറ്റഡ് ആണ്. ചിലപ്പോൾ ഈ ജോബ് പെർഫോം ചെയ്താലേ മറ്റേ ജോബ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ജോബ് പെർഫോം ചെയ്ത് കഴിഞ്ഞാലേ ഈ ജോബ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അത്രത്തോളം റിലേഷൻഷിപ്പ് ചിലപ്പോൾ അവർ തമ്മിൽ, ആ ജോബ്സ് തമ്മിൽ ഉണ്ടായിരിക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ആൻഡ് സ്പെഷ്യൽ സ്കിൽസ് റിക്വയർഡ് ടു പെർഫോം. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ സ്പെഷ്യൽ സ്കില്ലുകൾ, എന്തൊക്കെ അക്കാദമിക് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ് റിക്വയർഡ് ഫോർ ദ വർക്കർ. നെക്സ്റ്റ് വൺ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ടു ബി ടേക്കൺ.
സേഫ്റ്റി മെഷേഴ്സ്, ചില വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ നമുക്ക് എന്ത് ഓവറായിട്ടുള്ള സ്റ്റീമൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനറി ആണെന്നുണ്ടെങ്കിൽ, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചില എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോലി പെർഫോം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളും കൂടി നമ്മൾ ഒരുക്കി എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. ആൻഡ് റിസ്ക് ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് ഇൻവോൾവ്ഡ്, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചില ജോലികൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇപ്പോൾ എക്സ്റേക്ക് എടുക്കുന്ന ഇതിൽ നമ്മൾ റേഡിയേഷനൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ജോബുകളെ നമ്മൾ പ്രത്യേകിച്ച് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. അതിനെ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ടു ബി കളക്റ്റഡ് റിഗാർഡിംഗ് ജോബ് ഫോർ ഡൂയിങ് ദിസ് job analysis very effectively and perfectly. Okay, next we can go to the objectives of job analysis. എന്തിനാണ് നമ്മൾ ജോബ് അനാലിസിസ് ചെയ്യുന്നത്? എന്താണ് ജോബ് അനാലിസിസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് ജോബ് അനാലിസിസ് ചെയ്യണേ? ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, ആ ജോബ് ചെയ്യേണ്ട വർക്കർ ആരാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി, മാത്രമല്ല ആ വർക്കർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ തീരുമാനിക്കുന്നതിന് വേണ്ടി. കോമ്പൻസേഷൻ മാത്രമല്ല, ഫിസിക്കലായിട്ടുള്ള എന്തൊക്കെ അറ്റ്മോസ്ഫിയർ, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ വർക്കർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലേ. മാത്രമല്ല ജോബ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് എത്രത്തോളം ഹെൽപ്ഫുള്ളായിരിക്കണം, എത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ വർക്കർ ആൻഡ് അറ്റ് ദ സെയിം ടൈം ത്രൂ ജോബ് അനാലിസിസ് വി ഷുഡ് ഓൾസോ ട്രൈ ടു keep or to safeguard the image and goodwill of our organization also. So there are so many objectives by doing this job analysis. ഒരുപാട് ഒബ്ജക്റ്റീവ്സ് അവിടെ ഉണ്ട്. അവിടെ ഒരു 5 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. We can see one by one. First one, to study the relative worth of the job. റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ്. ആൻഡ് വാട്ട് ഇതിൻ്റെ വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? എത്രത്തോളം അതിന് വിലയുണ്ട്, എത്രത്തോളം അതിന് മൂല്യമുണ്ട് എന്ന് തിരിച്ചറിയുക. ആ മൂല്യത്തിനനുസരിച്ചിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ വർത്ത് നമ്മൾ അറിയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം. ചില ജോലി ചെയ്യുമ്പോൾ, ചില റിസ്കി ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം മാനേജർക്ക് കിട്ടുന്ന സാലറിയുടെ താഴെയേ ആ മാനേജറുടെ കീഴിലുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? മാനേജർ ചെയ്യുന്ന ജോലി കുറച്ച് റിസ്കി ആയിട്ടുള്ള ജോലിയാണ്. ആ അദ്ദേഹത്തിൻ്റെ റിസ്കിനേക്കാളും കുറവായിരിക്കും അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ റിസ്ക്. സോ അതുകൊണ്ടാണ് ആ ഒരു റിസ്ക് ഫാക്ടറിനെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെടുക്കുന്ന റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ അതോറിറ്റി അതിനെ മുൻനിർത്തിക്കൊണ്ടൊക്കെയാണ് അത്. അങ്ങനെ നമ്മൾ റിലേറ്റീവ് വർത്ത് തീരുമാനിച്ചാലാണ് എത്രത്തോളം പേയ്മെൻറ്റ് നമ്മൾ നടത്തേണ്ടി വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അതാണ് ഈ ഒരു വർത്ത് തീരുമാനിക്കുക എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടു ഫൈൻഡ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഓർ മാൻ പവർ പ്ലാനിങ്. For doing this manpower planning, this job analysis should be done അല്ലേ. ആരെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കണം? മാൻ പവർ. അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, സ്കിൽ എന്താണ്, നോളജ് എന്താണ്, എക്സ്പെർട്ടൈസ് എന്താണ്, ക്വാളിറ്റീസ് എന്താണ് എന്ന് തീരുമാനിക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ജോബ് അനാലിസിസ് ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ആളുകളെ, നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്വയർ ചെയ്യാൻ സാധിക്കുള്ളൂ. And the next one is performance evaluation. Performance evaluation. What do you mean by performance evaluation? Performance evaluation is a historical activity. That means after the performance of employees, we should evaluate their performance, and we should evaluate whether they have performed their job efficiently or in an inefficient manner, why they are performing like that എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്
അല്ലേ? ആ ഒരു ഇവാലുവേഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്കേഴ്സ് എങ്ങനെ പണിയെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ആ ഒരു പെർഫോമൻസ് ഇവാലുവേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലേ? ഇത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം മീറ്റ് ചെയ്തിട്ടില്ല. ഇത്രയായിരുന്നു അയാളുടെ ടാർഗറ്റ്, പക്ഷെ ആ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് പേഴ്സൺ ഈസ് എൻ ഇൻഎഫിഷ്യൻറ്റ് വർക്കർ, അല്ലേ? ഇൻഎഫിഷ്യൻറ്റ് വർക്കറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രീറ്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി തീരുമാനിക്കാൻ വേണ്ടി, അവരുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു യാർഡ് സ്റ്റിക്ക് ആണെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് അനാലിസിസിലൂടെ പെർഫോമൻസ് ഇവാലുവേഷന് വേണ്ട ചില ഇൻഫർമേഷൻസ്, ചില ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, അല്ലേ? ഈ ജോബ് അനാലിസിസിലൂടെ നമുക്ക് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകളെ കുറിച്ച്, എത്ര നാൾ കൂടിയിട്ടാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത്, എങ്ങനെയുള്ളവർക്കാണ്, ഏത് സെക്ഷനിലുള്ള ആൾക്കാർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഏത് രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കണോ, ഓഫ് ദ ജോബ് ട്രെയിനിങ് കൊടുക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം, അല്ലേ? പുതിയ ടെക്നോളജി വരുമ്പോൾ അവർക്ക് വേണ്ട അവെയർനെസ്, അവർക്ക് വേണ്ട ഒരു അപ്ഡേഷൻ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് ട്രെയിനിങ് ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ ആവശ്യമുണ്ട്? ഈ ഒരു ജോബ് അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കോമ്പൻസേഷൻ പ്ലാൻ. കോമ്പൻസേഷൻ മീൻസ് അവരുടെ വേജ് സ്ട്രക്ചർ, അവരുടെ സാലറി സ്ട്രക്ചർ തീരുമാനിക്കുന്നതിന് എന്താവശ്യമാണ് നമുക്ക്? തീർച്ചയായിട്ടും ജോബ് അനാലിസിസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിലേറ്റീവ് വർത്ത് തീരുമാനിക്കുന്നതിലൂടെയാണ് പലപ്പോഴും നമ്മൾ എത്ര കണ്ട് നമ്മുടെ ജോബിന് മൂല്യമുണ്ട്, എത്രയാണ് ഒരു ജോബിൻ്റെ മൂല്യം, എത്രയാണ് മറ്റൊരു ജോബിൻ്റെ മൂല്യം, അത് തമ്മിലുള്ള ബന്ധം എന്താണ്, ഏതിനാണ് മുൻഗണന, ഏതാണ് കൂടുതൽ റിസ്കി, ഏതാണ് കൂടുതൽ പ്രിഫറൻസ് വരുന്നത്, ആർക്കാണ് കൂടുതൽ വേജ് കൊടുക്കേണ്ടത്, ആർക്കാണ് കുറവ് കൊടുക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരിക്കണം? അനലൈസ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ലൈക്ക്വൈസ് അറേഞ്ചിങ് സ്യൂട്ടബിൾ വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ദർ ആർ സോ മെനി ഫിസിക്കൽ കണ്ടീഷൻസ് ടു ബി ഗിവൺ ഫോർ ദ വർക്കേഴ്സ്, അല്ലേ? അവർ കുറേ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, അവർക്ക് കൊടുക്കുന്ന സാലറി, അവർക്ക് കൊടുക്കുന്ന ബോണസ്, PF, അല്ല, ഇതൊക്കെ ചില ഫിസിക്കൽ ആൻഡ് മോണിറ്ററി ബെനിഫിറ്റ്സുകളാണ്. ആ ബെനിഫിറ്റുകൾ, അങ്ങനെയുള്ള ഇമോളിമെൻറ്റ്സ് ഒക്കെ അവർക്ക് കൊടുക്കുമ്പോഴാണ് അവരുടെ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അവരുടെ വർക്കിനെ കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. സോ that's also an important objective. And next one is industrial relationship. So industrial relations, and what is industrial relations? That is maintaining a good and cordial relationship with the mainly with the employees. As this is concerned with human resources, we have to maintain a good relationship with our human resources or with our employees, and for that purpose we have to study in detail each person's job and each person's position in our organization, what they are doing and what are their qualifications and what we are expecting from them. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? തീരുമാനിക്കേണ്ടതുണ്ട്, അനലൈസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് അവരെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുള്ളൂ. അതല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വലിയൊരു ഇഷ്യൂ ആയിട്ട് അത് ആരുടെ ഭാഗത്തുനിന്ന് വരും? എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് വരും. നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റാതാവും. അത് വലിയ വലിയ സമരങ്ങളിലേക്കും ലോക്കൗട്ടുകളിലേക്കും ഒക്കെ അതെന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്? സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പ് IR എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, റിലേഷൻഷിപ്പ് വിത്ത് ദ ഓർ എ കോർഡിയൽ ആൻഡ് പീസ്ഫുൾ എൻവിയോൺമെൻറ്റ് ഇൻസൈഡ് ദ ഇൻഡസ്ട്രി. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പീസ്ഫുൾ
എൻവയോൺമെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? എംപ്ലോയീസിനെയാണ് അല്ലേ? അവിടെ നിന്ന് അങ്ങോട്ട് എംപ്ലോയീസിനെ മാത്രമല്ല, ഇവിടെ നമ്മൾ HR പഠിക്കുന്നതുകൊണ്ടാണ് എംപ്ലോയീസിനെ എന്ന് പറയുന്നത്. എംപ്ലോയീസ് മാത്രമല്ല, കംപ്ലീറ്റ് സൊസൈറ്റി, മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, എസ്പെഷ്യലി ഷെയർ ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജോബ് ഡിസൈനിങ്. ദാറ്റ്സ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ് ഓഫ് this job analysis, that is job design. And what do you mean by job design? എന്താണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്? നമ്മൾ ഒരു ജോബിന് കൊടുക്കുന്ന ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എവിടെയായിരിക്കണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് ജോബിന് രൂപം കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിന്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവിന് വിളിക്കുന്ന പേരാണ് എന്ത്? job design. Okay, so that's also an important objective of job analysis. So these are the main objectives of job analysis. So through these objectives we can see that job analysis is an important process, and without that we cannot go to appointing certain persons in various job positions. വെറുതെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരവും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആൻഡ് നെക്സ്റ്റ് വി ക്യാൻ സീ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് ജോബ് അനാലിസിസ്. ഹൗ വി ക്യാൻ അനലൈസ് ദ ജോബ്. എങ്ങനെ ജോബിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ജോബിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഹിയർ ദർ ഇസ് ഗിവൺ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സ്. കുറച്ച് ടെക്നിക്കുകൾ, എങ്ങനെയാണ് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിൻ്റെ ടെക്നിക്കുകളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. സോ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ട് നമ്മൾ നോക്കുന്നത് ദറ്റ് ഈസ് observation method. Through observations we can make a detailed study or detailed analysis of various jobs. That is observation. And what is observation? എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്? ആൻഡ് ഇൻ ഒബ്സർവേഷൻ യൂഷ്വലി ദർ ആർ ടു പാർട്ടീസ്, യു നോ, ദേ ആർ observed and observer. Observed and observer. And who is an observer? Observer is the person, one who observes an object, or one who observes the observed. Observedനെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഒബ്സർവർ. ആൻഡ് വാട്ട് ഈസ് an observed? ആരെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, ഏത് വസ്തുവിനെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, എന്തിനെയാണോ ഒബ്സർവ് ചെയ്യുന്നത്, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്സർവ്ഡ്. ഹിയർ ഫോർ മേക്കിംഗ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദിസ് ജോബ് അനാലിസിസ് we can observe the performance or working of എംപ്ലോയീസിൻ്റെ വർക്കിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം അല്ലേ? ഒബ്സർവ് ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ അടുത്ത് പോയി നിന്നിട്ട് വേണമെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അവർ കാണാതെ മാറി നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം അല്ലേ? ഇപ്പം ഒരു പ്രത്യേക ജോബിനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആ ജോബ് പെർഫോം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലാണോ അത് പെർഫോം ചെയ്യുന്നത് അവിടെ പോയി അവർ ചെയ്യുന്നത് വ്യക്തമായി കണ്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, സോ ആ ഒരു ടെക്നിക്കിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ ടെക്നിക്ക്. ഒബ്സർവേഷൻ നല്ല കീനായിട്ടുള്ള ഒബ്സർവേഷൻ മൈൻഡുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഫാക്ട്സും അവരെന്ത് ചെയ്യും? അതിൽ നിന്നും കണ്ടുപിടിക്കും അല്ലേ? അതിന് ഒബ്സർവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം. വെറുതെ പോയി നിന്നു കണ്ടു പോന്നു എന്നുള്ളതല്ല. വളരെ കീനായിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക്, ഒബ്സർവേഷൻ മൈൻഡുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാവുന്നതാണ്? ഒബ്സർവേഷൻ നടത്താവുന്നതാണ്. അതിന് യാതൊരു സംശയമില്ല. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ മെത്തേഡാണ്. വാട്ട് ഈസ് ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത ഒരുപാട്. ഇൻ്റർവ്യൂവിനെ കുറിച്ച് മനസ്സിലായി. നിങ്ങളൊക്കെ ഒരു നിങ്ങളുടെ അക്കാദമിക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് ജോലിയിലേക്കും ഇൻ്റർവ്യൂസിലൊക്കെയാണ് അല്ലേ? ഇൻ്റർവ്യൂവിന് ശേഷമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കറിയാം.
ദെൻ ഇവിടെ നമ്മൾ ഇൻ്റർവ്യൂ എന്നുള്ളത് ജോബ് ഇൻ്റർവ്യൂവിനെ കുറിച്ചിട്ടല്ല നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ജോബ് അനാലിസിസിൽ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ആരുടെ അടുത്തു നിന്നായിരിക്കും നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എംപ്ലോയീസുമായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുകയാണ്. ഇൻ്റർവ്യൂവിൽ സാധാരണ 2 വ്യക്തികൾ ഉണ്ടാവണമല്ലോ അല്ലേ? നമുക്കറിയാം ആരൊക്കെയാണ് ഇൻ്റർവ്യൂവിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ഇൻ്റർവ്യൂഡ് ഉണ്ടാവും, ഇൻ്റർവ്യൂവർ ആൻഡ് ഇൻ്റർവ്യൂവി. ഓക്കെ, സോ ഈ 2 വ്യക്തികളുടെ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ അവർ തമ്മിലുള്ള ചോദ്യോത്തര പരിപാടിയിലൂടെയൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവർ ചോദിക്കും, ഇൻ്റർവ്യൂവി അതിന് ഉത്തരം പറയും. അങ്ങനെ ഉത്തരം പറയുന്നതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അപ്പോൾ ഒരു ജോബിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ജോബ് പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനോട് നേരിട്ട് ചെന്ന് ചോദിച്ച് അവർ അതിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അഡ്വാൻസ്മെൻറ്റുകൾ അതിൽ നടത്താനായിട്ട് സാധിക്കും, എന്തൊക്കെ മോഡേൺ എക്യുപ്മെൻറ്റ്സ് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ ടെക്നോളജീസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എംപ്ലോയീസിൽ നിന്നും എന്ത് ചെയ്യാം? ഇൻ്റർവ്യൂവിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമതൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വസ്റ്റനെയർ മെത്തേഡാണ്. ക്വസ്റ്റനെയർ മെത്തേഡ്, യു നോ വാട്ട് ഈസ് എ ക്വസ്റ്റനെയർ? ക്വസ്റ്റനെയർ ഇസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു ജോബിനെ കുറിച്ച് നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ, ക്വസ്റ്റ്യൻസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നു. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ വിളിക്കുന്ന പേരാണ് ക്വസ്റ്റനെയർ. ആൻഡ് ടു ഈച്ച് ക്വസ്റ്റ്യൻ വി വിൽ ആഡ് സർട്ടൺ റെസ്പോൺസസ്. So the employees they have to respond to the question, and they can choose any one of the options, and through that options we can derive the actual informations relating to our job, and we can take the necessary decisions. Okay, so that is this questionnaire method. Questionnaire കൊടുക്കുക, അവരോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് ഓരോ ക്വസ്റ്റനെയർ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ ചോയ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ ഓരോ ചോയ്സ് സെലക്ട് ചെയ്യും. ചോയ്സ് സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം? നമ്മുടെ ജോബിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ ദാറ്റ് ഈസ് ക്വസ്റ്റനെയർ മെത്തേഡ്. Likewise, there is another method, that is panel of experts method. Panel of experts. And what is panel of experts? Panel of experts means നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് പാനലിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊണ്ടുവരാം. ആ പാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജോബിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ക്വാളിറ്റിയുള്ള, അതിന് അറിവുള്ള ആൾക്കാരെ നമുക്ക് ഉൾപ്പെടുത്താം. അവരുടെ സഹായത്തോടു കൂടി, അവരുടെ അഡ്വൈസോട് കൂടിയിട്ട് നമുക്ക് ജോബിനെ എന്ത് ചെയ്യാവുന്നതാണ്? അനലൈസ് ചെയ്യാവുന്നതാണ്. ജോബിൻ്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കണ്ടെത്തി പിടിക്കാവുന്നതാണ്. സോ അതിനെ വിളിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ ഒബ്സർവേഷൻ ടെക്നിക്കിലൂടെ, ഇൻ്റർവ്യൂവിലൂടെ, ക്വസ്റ്റനെയറിലൂടെ, എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടെ ഒക്കെ നമുക്ക് ആരെക്കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? ജോബിനെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് techniques of job analysis. And next we can see what are the important steps required for job analysis process. Job analysis process inde pradhanapetta steps endokeyanu, എങ്ങനെയാണ് സ്റ്റെപ്സ് വരുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ജോബ് അനാലിസിസിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ തന്നെ 3 സ്റ്റെപ്പുകളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിലത്തെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ മിക്കവാറും നമ്മൾ ഏത് കാര്യം ചെയ്യാൻ, ഓർഗനൈസേഷനിൽ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമ്മളവിടെ ആദ്യമായിട്ട് പഠിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവിനെ കുറിച്ചിട്ടാണ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സിനെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ? നമ്മുടെ ജോബുകളെക്കുറിച്ചും ബാക്കിയുള്ള സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യാൻ? ചിന്തിക്കാൻ. സോ അനാലിസിസ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എസ്റ്റാബ്ലിഷിംഗ് ദ പർപ്പസ് ഓഫ് അനലൈസിങ് ദ ജോബ്. ജോബ് അനാലിസിസിൻ്റെ പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ജോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ
മനസ്സിലാക്കുക, അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിന് പല പല ഉദ്ദേശങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ടൈറ്റിൽ തീരുമാനിക്കാനായിരിക്കും നമ്മൾ ജോബിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത്, ചിലപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് സ്ട്രക്ചർ തീരുമാനിക്കാനായിരിക്കാം, അതല്ലാതെ തന്നെ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം വർക്കേഴ്സിന് എത്ര ക്വാളിറ്റി വേണമെന്ന് തീരുമാനിക്കാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫിസിക്കൽ എൻവിയോൺമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്താണോ നമ്മുടെ ഉദ്ദേശം, ഒറ്റ ഉദ്ദേശമായിട്ട് ചുരുക്കാനൊന്നും നമുക്ക് സാധിക്കില്ല, ഉദ്ദേശങ്ങളെന്ന് നമ്മൾ പറയേണ്ടി വരും. ആ ഉദ്ദേശങ്ങളെ തീരുമാനിക്കുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് കളക്ടിങ് ഓഫ് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമ്മൾ നേരത്തെ പഠിച്ച ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് ഒബ്സർവേഷനോ ക്വസ്റ്റനെയറോ ഇൻ്റർവ്യൂവോ എക്സ്പേർട്സോ ആരുമായിക്കോട്ടെ അവരുടെ സഹായം തേടിക്കൊണ്ട് വിവിധ സംവിധാനങ്ങളുടെ ഹെൽപ്പോട് കൂടിയിട്ട് മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നമുക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജോബ് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന 3 ആക്ടിവിറ്റീസാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ 3 വ്യത്യസ്ത ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങോട്ട് ഡിസമിനേറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ആക്ടിവിറ്റീസാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനാണ്, രണ്ടാമത്തേത് ജോബ് സ്പെസിഫിക്കേഷനാണ്, മൂന്നാമത്തേത് ജോബ് ഇവാലുവേഷനാണ്. ഇങ്ങനെ 3 ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് ആണ് എവിടെ വരുന്നത്, ജോബ് അനാലിസിസിൽ വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പ്രോസസ്സാണ് അല്ലേ, ജോബ് അനാലിസിസിൻ്റെ പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് എസ്റ്റാബ്ലിഷിംഗ് ദ ഓർഗനൈസേഷണൽ ഓർ പർപ്പസ് ഓഫ് ജോബ് അനാലിസിസ് എന്നുള്ളതായിരുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് ദറ്റ് ഈസ് കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഇൻഫർമേഷൻ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് അതിൻ്റെ ഡിസമിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അലോക്കേഷൻ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ 3 വ്യത്യസ്ത ടാസ്കുകളിലേക്കായിട്ട് എന്ത് ചെയ്യുകയാണ്, അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ടാസ്കുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആ ടാസ്കുകളെയാണ് ജോബ് അനാലിസിസിൻ്റെ തന്നെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് അതിൻ്റെ പാർട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അത് ഒന്നാമത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്നും, രണ്ടാമത്തെ ജോബ് സ്പെസിഫിക്കേഷൻ എന്നും, മൂന്നാമത്തെ ജോബ് ഇവാലുവേഷൻ എന്നും നമ്മൾ കാണുന്നു. ഇനി നമുക്ക് അതിലെ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഡോക്യുമെൻ്റാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ മീൻസ് ജോബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവം അല്ലേ. ഡിസ്ക്രിപ്റ്റീവായിട്ട് നമ്മൾ പഠിക്കുക, പറയുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, എഴുതുക. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, ആൻസർ പേപ്പർ, ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രത്യേകത എന്താ, വിവരണാത്മകമായിട്ട് നമ്മൾ എഴുതുന്ന സംഭവത്തിനെയാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് നമ്മൾ എന്ത് ചെയ്യണത്, പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ജോബിനെ സംബന്ധിച്ചിടത്തോളം ആ ജോബിനെ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ, ഒരു ഡോക്യുമെൻറ്റിലൂടെ കൃത്യമായി അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, പറയുകയാണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ജോബ് ഡിസ്ക്രിപ്ഷൻ. ആൻഡ് ഹിയർ ദർ ഇസ് എ ഡെഫിനിഷൻ ഫോർ ജോബ് ഡിസ്ക്രിപ്ഷൻ given by Edwin B. Flippo. And according to him, job description is a document. It's a document. Basically descriptive in nature and constitutes a record of existing and pertinent job facts.
ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതൊരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റിൽ ബേസിക്കലി എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഇറ്റ്സ് ബേസിക്കലി ഡിസ്ക്രിപ്റ്റീവ്. അത് ഡിസ്ക്രിപ്റ്റീവ് ആണ്, വിവരിച്ച് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. എന്തിനെക്കുറിച്ചാണ് വിവരിച്ച് പറയുന്നത്? ഇറ്റ്സ് എ ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ റെക്കോർഡ് ഓഫ് എക്സിസ്റ്റിംഗ്. എന്തിനെക്കുറിച്ചിട്ടാണ്? എക്സിസ്റ്റിംഗ് ആൻഡ് പെർട്ടിനൻ്റ് ജോബ് ഫാക്ട്സ്. ഇപ്പോൾ നിലവിലുള്ളതും ഉണ്ടാവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ജോബുകളോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളുടെ ഒരു ഉള്ളടക്കമാണ്, അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഓഫ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ? നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, അതൊരു ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അതിൽ അടങ്ങിയിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പം നമ്മൾ സാധാരണ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? ഒരു ആളെ ജോലിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കും. അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ സാധാരണ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. നിങ്ങൾ എവിടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജോബിൻ്റെ പേരെന്താണ്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന സാലറി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? വെറുതെ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ വെറുതെ കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് സാധാരണ കൊടുക്കുക? അത് നമ്മൾ ജോബിനെ അനലൈസ് ചെയ്ത് ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഓക്കെ, സോ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈറ്റിൽ ആൻഡ് നെയിം ഓഫ് ദ ജോബ് ആൻഡ് ഓൾസോ ദ പെർട്ടിക്കുലർ കോഡ് നമ്പർ അസൈൻ ടു ദാറ്റ് ജോബ്. ജോബിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ കോഡ് നമ്പർ, അതിൻ്റെ പൊസിഷൻ, ഇതൊക്കെ വ്യക്തമായിട്ട് എന്തിൽ ഉണ്ടായിരിക്കണം? ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കണം. അറ്റ് ദി സെയിം ടൈം ജോബിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. ലൈക്ക് വൈസ് പ്ലേസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ജോബ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണോ, അതുണ്ടായിരിക്കണം. ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ്, ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ, സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് ഓഫ് ദി എംപ്ലോയീസ്, നേച്ചർ ഓഫ് മെഷീൻ, ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു ബി യൂസ്ഡ്, മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് റിക്വയർഡ് ഫോർ ദി ജോബ്, salary and security of workers, working conditions, supervision and control. So these are the important features or important informations to be included. ഇപ്പോൾ ഇത്രയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഏകദേശം എല്ലാ ഇൻഫർമേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ അടങ്ങിയിട്ടുണ്ട് അല്ലേ? A to Z ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ദിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പലപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ജോബിനെ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുന്നത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ വർത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ തീരുമാനിക്കുന്നത്, എംപ്ലോയീസിൻ്റെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ റിലേറ്റീവ് വർത്ത് എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്, അതിനെ റാങ്കിങ് ഓർഡറിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത്, ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ. ശരിക്കും പറഞ്ഞാൽ ജോബ് അനാലിസിസിൻ്റെ തന്നെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആണെന്തെന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ജോബ് അനാലിസിസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ ഗോയിങ് ടു അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജോബ് അനാലിസിസ്. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദ പ്ലാനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, their recruitment, selection, placement, transfer and promotion. ഇതിലൊക്കെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് തരുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് പ്രൊവൈഡ്സ് വേരിയസ് ഇൻഫർമേഷൻസ് ഓർ വേരിയസ് ബേസിക് ഐഡിയാസ് റിലേറ്റിംഗ് ടു ദ പെർഫോമൻസ് ഓഫ് എ ജോബ്, എസ്പെഷ്യലി ടു ദ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഒരു ജോബ് പെർഫോം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ സാധാരണ
ഈ വക ഇൻഫർമേഷൻസൊക്കെ ജോബ് ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഡിസൈൻ ദ സ്യൂട്ടബിൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ ദി എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ. ആൻഡ് ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദി എംപ്ലോയീസിൻ്റെ ഇവാലുവേഷൻ, അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ, അവരെ പഠിക്കാൻ, അവരുടെ എഫിഷ്യൻസി എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കാൻ. അത് നമുക്ക് തീർച്ചയായിട്ടും അതിലേക്കുള്ളൊരു ഗൈഡ് ലൈനാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ബെറ്റർ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എംപ്ലോയീസ്. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. ആൻഡ് through this job description and also job analysis, we can ensure job satisfaction of the employees also. Okay, so job analysis ന്റെ തന്നെ ഭാഗമായിട്ടുള്ള job description ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, പഠിച്ചു നിർത്തിയത്. ആൻഡ് there are two more, രണ്ട് കാര്യങ്ങളും കൂടി നമ്മളവിടെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാ? ജോബ് സ്പെസിഫിക്കേഷനും അതോടൊപ്പം തന്നെ ജോബ് ഇവാലുവേഷനും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം എന്താണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഇപ്പോൾ ജോബ് അനാലിസിസും അതിൻ്റെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷനും ഇതാണ് നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.